ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. ഒരിക്കൽ വളരെ കോപിഷ്ഠനായ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ സമീപം എത്താൻ മുറിയുടെ വാതിൽ അതിശക്തിയായി തള്ളി തുറന്നു. അവൻ്റെ തള്ളിൻ്റെ ശക്തി കാരണം ആ വാതിൽ തുറന്നിട്ട് തിരികെ വന്ന് അടഞ്ഞു. അവൻ ദേഷ്യത്തോടെ തൻ്റെ ചെരുപ്പൂരി എറിഞ്ഞിട്ട് ഗുരുവിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരു പറഞ്ഞു, നിൽക്കൂ, ആദ്യം നീ ആ കതകിനോടും നിൻ്റെ ഷൂവിനോടും ക്ഷമയാചിക്കുക, എന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചാൽ മതി. യുവാവ് പറഞ്ഞു, ഇതെന്തൊരു ഭ്രാന്ത്, കതകിനോടും ചെരുപ്പിനോടും ക്ഷമയാചിക്കുകയോ? ഗുരു പറഞ്ഞു, എന്തുകൊണ്ട് പാടില്ല? നിനക്ക് അവയോട് കോപം കാട്ടാമെങ്കിൽ അവയെ സ്നേഹിക്കാനും പറ്റില്ലേ? നീ ആദ്യം അവയോട് മാപ്പപേക്ഷിക്കുക. അത് പറ്റില്ലെങ്കിൽ നിനക്ക് പോകാം. വേഗത്തിൽ ഒരു കൊള്ളിമീൻ പോലെ അവൻ്റെ മനസ്സിലേക്ക് ഒരു പ്രകാശം കടന്നു വന്നു. ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. അവൻ്റെ കോപഭാവത്തിന് വ്യത്യാസമുണ്ടായി. അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റത്തിൻ്റെ ഭാവം രൂപം കൊണ്ടു. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ വാതിലിൽ മൃദുവായി തലോടിച്ച് വന്നിച്ചു. ഷൂ എടുത്ത് സ്നേഹത്തോടെ തലോടി ഒരിടത്ത് വെച്ചു. എന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ഊഷ്മളമായി ആലിംഗനം ചെയ്ത് അവനെ സ്വീകരിച്ചു. പലപ്പോഴും അനേകരും തങ്ങളുടെ കോപം കുടുംബാംഗങ്ങളോട് മാത്രമല്ല, വളർത്തുമൃഗങ്ങളോടും അചേതന വസ്തുക്കളോടും പ്രകടിപ്പിക്കാറുണ്ട്. കണ്ണിൽ കാണുന്നതെല്ലാം അടിച്ചുടച്ചും തട്ടിയെറിഞ്ഞുമാണ് പലരും ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. വില കൊടുത്ത് വാങ്ങിയ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുവാനും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുവാനും ഒരു പ്രയാസവും അപ്പോൾ തോന്നാറില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മൃഗീയമായി ഉപദ്രവിക്കുവാൻ തക്കവിധം ഉള്ളിലെ നിഷ്ഠൂരത മുഴുവൻ പുറത്തു വരും. കോപം അവരെ ഭ്രാന്തരാക്കി തീർക്കുന്നു. അവരോട് അചേതന വസ്തുക്കളും മിണ്ടാപ്രാണികളും എങ്ങനെ പ്രതികരിക്കാനാണ്? പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നല്ല, മറ്റു കുടുംബാംഗങ്ങൾക്ക് പോലും ചേർത്ത് നിൽക്കാൻ കഴിയാതെ പോകും. അമ്പടാ കോപമേ, നിന്നേക്കാൾ വലിയ ഭൂതമുണ്ടോ? ഇങ്ങനെ അചേതന വസ്തുക്കളോടും മിണ്ടാപ്രാണികളോടും പിഞ്ചു കുഞ്ഞുങ്ങളോടുമൊക്കെ ക്രൂരത കാട്ടിയിട്ടുള്ളവർ അവയോടും ക്ഷമയാചിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. ഇങ്ങനെ ക്രൂരരായ ആളുകളെ അവരുടെ കോപത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ ഒരു പിതാവ് വളരെ കോപത്തോടെ എല്ലാവരോടും ദേഷ്യപ്പെടുമ്പോൾ ഒരു മകൻ ടേപ്പ് റെക്കോർഡറിൽ അവ റെക്കോർഡ് ചെയ്തു. വേഗത്തിൽ അവനത് ഉച്ചത്തിൽ കേൾപ്പിച്ചു. ദേഷ്യത്തോടെയുള്ള തൻ്റെ വാക്കുകൾ ആ പിതാവ് വീണ്ടും കേട്ടപ്പോൾ കോപിഷ്ഠനായിരുന്ന അദ്ദേഹം കൂടെ ചിരിച്ചുപോയി. കോപത്തെ ശമിപ്പിക്കുവാൻ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഇടപെടൽ മിക്കപ്പോഴും അനിവാര്യമാണ്, അല്ലെങ്കിൽ വലിയ വിനാശമുണ്ടാകും. എന്നാൽ അത് പൂർണ്ണ സ്നേഹത്തോടും വിവേകത്തോടും ആയിരിക്കണം. ഒരിക്കലും കോപത്തോടെ ആവരുത്. കോപം ഒരിക്കലും കോപത്തെ ശമിപ്പിക്കില്ല. വിവേകപൂർവവും സ്നേഹത്തോടും കൂടെ അല്ലെങ്കിൽ കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാവാം. സ്നേഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി. സ്നേഹപൂർവ്വം കോപത്തെ ശമിപ്പിക്കുവാൻ നമുക്കും സജ്ജമാകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വലിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ കോപിച്ചു പോയ എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുവാനുള്ള പ്രാപ്തി തന്ന് ഈ ദിവസം പുതിയ ബലത്തോടെ ജീവിപ്പാൻ്റെ കൊണ്ടും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണേ പിതാവേ. ആമേൻ.